നമസ്കാരം, വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, അതായത് ഇന്നലെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വലിയ പ്രശ്നമാണ്. അപ്പോൾ പക്ഷേ ഇതിനൊക്കെ വലിയൊരു പ്രതീക്ഷ നൽകുന്നൊരു പാർലമെൻറ്റിനകത്തൊരു ശബ്ദമായിരുന്നു വടകര എം പി ഷാഫി പറമ്പലിൻ്റെ. ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ആദ്യ ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ആദ്യ ദിവസം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം ഇത്രയധികം കൃത്യമായി പ്രവാസി മലയാളികളുടെ പ്രശ്നത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഇതേ രീതിയിൽ, അതായത് ഒരു വിഷയം അവതരിപ്പിച്ച രീതി, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരു പ്രൊനൗൺസിയേഷൻ, ഇതെല്ലാം കൃത്യമായിട്ട് ഇത്ര ഗംഭീരമായിട്ട്, അതായത് പ്രവാസികൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ ചാർജിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇത് വളരെ കൃത്യമായി അദ്ദേഹം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതായത് ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ വ്യോമയാന വകുപ്പ് മന്ത്രി അതിന് വളരെ അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. എനിക്കറിയാം ഈ വിഷയം, കാരണം പ്രവാസികൾക്ക് വേണ്ടി ഇതേ രീതിയിൽ ഇദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിനകത്ത് ഷാഫി പറമ്പിൽ ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയെന്ന് പറയണം നമുക്ക്, അല്ലേ? തീർച്ചയായും ഈ ദേശീയ തലത്തിൽ തന്നെ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നത് കേരളത്തിൽ നിന്ന് പോകുന്ന പല എം പിമാർക്കും അവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇംഗ്ലീഷിലെ പ്രാവീണ്യമില്ലായ്മ വലിയ വിഷയമായിരുന്നു. ചെറിയ തട്ടിമുട്ടിയൊക്കെ ഇംഗ്ലീഷ് പറയുമെങ്കിൽ പോലും കൃത്യമായി വിഷയം അവതരിപ്പിക്കാനും അത് അതാത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും പറ്റാതെ പോകുന്നു. ഇപ്പം നമുക്കറിയാം, ഈ ഫ്ലൈറ്റ് ചാർജുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇന്നലെ ഉണ്ടായതല്ല. ദീർഘകാലമായി മലയാളികളായ പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ ഉത്സവാഘോഷങ്ങളിൽ, അതായത് ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങിയ സമയങ്ങളിലൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനൊക്കെയുള്ള വലിയ ഭീമമായ ചാർജ് എല്ലാ മലയാളികളെയും വലിയ രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നു. അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഈ ഫ്ലൈറ്റ് ചാർജ്, അതായത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 4 പേരൊക്കെ വന്നു പോകണമെങ്കിൽ വലിയ ഭീമമായ ഫ്ലൈറ്റ് ചാർജ് താങ്ങാൻ പറ്റാതെ പലരും നാട്ടിൽ വരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം. അതുപോലെ തന്നെ ഈ നമുക്കറിയാം എയർ ഇന്ത്യ അടക്കമുള്ള പല ഫ്ലൈറ്റ് കമ്പനികളുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സർക്കാരിൻ്റെ കയ്യിലില്ല. അല്ല, ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പം എയർ ഇന്ത്യ സർക്കാരിനുണ്ടായാലും ആരുണ്ടായാലും ഇല്ലെങ്കിലും വ്യോമയാന വകുപ്പിന് കൃത്യമായി ഈ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് അവർ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങൾ ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ജോലികൾ നമുക്ക് പ്രവാസികളായ മലയാളികൾക്ക് ഈ വിഷയം വലിയ വിഷയമായി മാറിയിട്ടുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ വിഷയം അതല്ല, യഥാർത്ഥത്തിൽ ഷാഫി ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു, അദ്ദേഹത്തിന് അത് പറയും. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ യുവ നേതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ് ഷാഫി പറമ്പിൽ എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് വടകര പിടിക്കാൻ വേണ്ടിയിട്ട് ഷാഫിയെ നേതൃത്വം അദ്ദേഹം നടത്തിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ, അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനെന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ ചലിപ്പിക്കുന്നത്. ചത്തുപോയ സാധനമായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അല്ല, ഷാഫിയുള്ള സമയത്ത് സമരങ്ങളൊക്കെ എങ്കിൽ പോലും അതൊരു തന്നെ വളരെ സജീവമാക്കി അച്ചടക്കത്തോടുകൂടി ഓരോ നിയോജക മണ്ഡലങ്ങളിലും പോകുന്നു. ആ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അവിടെയുള്ള മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും ഒക്കെ കാണുന്നു, അവരുമായിട്ട് സംവദിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ഒരു പുതിയ ആവേശമായിട്ട് തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ മാറുന്നുണ്ട്. എന്നാൽ അതേസമയം കോൺഗ്രസ് ആണെങ്കിൽ വളരെ യഥാർത്ഥത്തിൽ എനിക്ക് തമാശ പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസ് ശരിക്കും യുവചൈതന്യം തിരിച്ചു പിടിക്കുകയും മറ്റേ മൂത്ത കോൺഗ്രസ് പൂത്തുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്ത സംഭവം. അതായത് പൂപ്പൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കോൺഗ്രസിൻ്റെ. ഈ ശരിക്കും കോൺഗ്രസിൽ ഈ കടൽക്കിഴവന്മാരെയൊക്കെ മാറ്റി യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിനെ പോലെ ചടുലമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ കൊണ്ടുവരണമെന്നുള്ളതാണ് ഇവരോട് അഭ്യർത്ഥിക്കുക. ഇപ്പം ഹൈക്കമാൻഡിന് കേരളത്തിലുള്ള ഈ നേതാക്കന്മാരുടെ ചക്കളത്തി പോരാട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് എന്നൊക്കെയാണ് ഇന്ന് വരുന്ന വാർത്തകൾ. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിൽ വ്യക്തമായ രാഷ്ട്രീയമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായി, ഇപ്പം കെ സുധാകരനെ പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തേണ്ട സമയമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ MP ആണ്. അദ്ദേഹം MP എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണം. ഒരേ സമയം തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാനും ഒപ്പം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഡൽഹിയിൽ പോയിരിക്കാനും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നില്ല, പ്രായം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ നേതൃത്വത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് കുറച്ച് യുവ നേതൃത്വം വരണം. നമുക്കറിയാം കേരളത്തിൽ 36ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ AK ആന്റണിയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം AICCന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് പറയാം
കുറച്ച് യുവ നേതാക്കന്മാർ വരട്ടെ, അല്ലാതെ എന്നോ നേതാക്കന്മാരായി എന്നും അതിനുശേഷം തിരിച്ചും മറിച്ചും പല അധികാര കേന്ദ്രങ്ങളിൽ ഇവർ തന്നെ തുടരുന്നൊന്നും യുവാക്കൾക്ക് ആർക്കും അവസരങ്ങൾ കൊടുക്കാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുള്ളത്. കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തിയെടുക്കണമെങ്കിൽ യുവ നേതാക്കന്മാർ വളർന്നു വരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 28ാമത്തെ വയസ്സിൽ മന്ത്രി ആയാളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഇപ്പോഴും കുപ്പായിട്ട് ഇരിക്കുന്നതിനാണ്, അടുത്ത മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ്. പുതിയ നേതൃത്വത്തിന് ഇത് ഏൽപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പുതിയ ആളുകൾ വരട്ടെ, അല്ലെങ്കിൽ ഷാഫിയെ പോലുള്ള ചില നേതാക്കന്മാർ ദേശീയ തലത്തിന്റെ ശ്രദ്ധേയമായി വരുന്നുണ്ട്, അവർക്ക് വേണ്ട പിന്തുണ നൽകട്ടെ എന്നൊന്നും തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. ഇവർക്കൊക്കെ എങ്ങനെ പാരവെക്കാം, അവരെയൊക്കെ എങ്ങനെ ഇല്ലാതാക്കാന്നതിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും. അതുകൊണ്ട് ഇനിയെങ്കിലും അടിയന്തരമായി ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് കടിഞ്ഞാണിടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തില്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലുള്ള അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ഇത്തരം വിഷയം കേരളത്തിലുള്ള ഈ കടൽക്കിഴവന്മാരുടെ ഈ ചക്രത്തി പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ശരിക്കും പറഞ്ഞപ്പോൾ സെപ്റ്റംബർ മാസത്തോടുകൂടി കേരളത്തിൽ ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ്, അതായത് ചേലക്കരയിലും പാലക്കാടും അതോടൊപ്പം തന്നെ വയനാട്ടിലും വരും. വയനാട്ടിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പകരമായിട്ട് മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ദേശീയ ശ്രദ്ധ നേടാൻ പോകുന്ന ഒരു മത്സരമാണ് നടക്കുന്നത്. വളരെ വീറോട് നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വേണ്ട. പക്ഷേ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ജയിക്കുക റെക്കോർഡ് ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നുള്ള കാര്യം സംശയം. പക്ഷേ എങ്കിലും കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്ന ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഈ വീണ്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, അത് കോൺഗ്രസിന് തന്നെയാണ്, അത് കോൺഗ്രസിനെ മാത്രമല്ല UDF തന്നെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് നമ്മുടെ കഴിഞ്ഞ ഈ ചർച്ചയിൽ നമ്മൾ ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞാണ്. കോൺഗ്രസ് ഇനിയെങ്കിലും ശക്തമായി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ കോൺഗ്രസിലെ വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ തന്നെ കേരളത്തിലുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെയൊക്കെ നിൽക്കുന്ന UDF കൂടെ നിന്നുകൊണ്ടിരുന്ന പരമ്പരാഗതമായി നിന്നുകൊണ്ടിരുന്ന പലരും കോൺഗ്രസിനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഉള്ളത്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വയനാട്ടിൽ ചേർന്ന ഈ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിലെടുത്ത തീരുമാനം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞണ്ടുകളെ കുപ്പിലിട്ട അവസ്ഥയാണ്. ഒരു ഞണ്ട് മറ്റൊരു ഞണ്ടിനെ പിടിച്ചു വലിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് രമേശ് ചെന്നിത്തല അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട്ടിൽ നടന്നിട്ടുള്ള KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പ്, അതിലുണ്ടായിട്ടുള്ള ഒരു സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് വേണം ആളുകൾ പ്രതികരിക്കാൻ, നേതാക്കന്മാർ പ്രതികരിക്കാൻ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പ്രതികരിക്കാൻ എന്ന് കൃത്യവ്യക്തമായി ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സാധാരണ അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ മത്സരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി 2025 വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും അറിയാം, ഈ അടുത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഏതെങ്കിലുമൊക്കെ ഒരു നേതാവിൻ്റെ അനുഭാവിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവർ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പല ത്രിതല പഞ്ചായത്തുകളും കോൺഗ്രസിന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ UDF തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പ്രായമായ നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് യുവ നേതാക്കന്മാരെ മുന്നിട്ടിറക്കുകയും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിലടക്കം യുവ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരും ചെയ്യുന്ന ഒരു സമീപനം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു. കോൺഗ്രസിനകത്ത് ഇഷ്ടംപോലെ യുവ നേതാക്കന്മാർ, വളരെ പ്രതീക്ഷയുള്ള നിരവധി നേതാക്കന്മാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ, CR മഹേഷ്, ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. പക്ഷെ ഇവരൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇനി കോൺഗ്രസ്. അല്ല, അതാ നേരത്തെ പറഞ്ഞത്, ഇവരൊക്കെ യഥാർത്ഥത്തിൽ അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് പുതിയ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തേണ്ടത്. യുവ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊരു 5-10 വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനം പൂർണ്ണമായും കേരളത്തിൽ അസ്തമിച്ചു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഷാഫി പറമ്പിനെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ നിരവധിയായ യുവ നേതാക്കന്മാരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിനെ കുറച്ചും കൂടി പുതിയ കോൺഗ്രസ് ആക്കി മാറ്റാനും ഈ പൂത്തുപോയ കോൺഗ്രസിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു സമീപനം ഹൈക്കമാൻഡ് സ്വീകരിച്ചില്ലെങ്കിൽ വരും കാലത്ത് ഇവിടെ കോൺഗ്രസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. കാരണം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ഒരുപാട് ഫോൺ കോളുകൾ ഷാഫി പറമ്പിൽ ലോക്സഭയിൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗം, അത് പ്രവാസികളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തത്. ഏതായാലും ഷാഫി പറമ്പിൽ ലോക്സഭയിൽ കേരളത്തിൻ്റെ ശബ്ദമായി മാറുന്നതിൽ എല്ലാ മലയാളികൾക്കും അഭിനന്ദനം, അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.